ഇനി ഒരു വഴിയുണ്ട്. ഇത് അവസാനത്തെ കയ്യാ. എന്ത്? നീ സുനന്ദയുടെ കൈ കൊണ്ട് ഒരു അസലടി വാങ്ങണം. പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് തല്ലുകൊള്ളാനോ? നീ എന്തായി പറയുന്നത്? തല്ലു വാങ്ങിയാലെന്താ? ഞാനത്ര വാങ്ങിച്ചിരിക്കുന്നു. ഒരു കാര്യം നടക്കണമെങ്കിൽ കുറച്ചൊക്കെ ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരും. ഭാര്യയാകാൻ പോകുന്ന പെണ്ണിന്റെ കൈ കൊണ്ടല്ലേ തല്ലുകൊള്ളുന്നത്? അതൊരു അന്തസ്സല്ലേ? അതെ, ഭാര്യയായി കഴിഞ്ഞ് അവർ നിന്നെ തല്ലില്ലാന്ന് ഉറപ്പൊന്നും ഇല്ലല്ലോ. അവളുടെ കയ്യിൽ നിന്ന് തല്ല് കൊള്ളുന്നു എന്ന് എന്നെ വയ്ക്കുക. അതോടെ അവൾ കൂടുതൽ അകന്നു പോവുകയല്ലേ ഉള്ളൂ. ഇല്ല, നിന്നെ തല്ലിയതിന്റെ കുറ്റബോധം സുനന്ദയെ വേട്ടയാടും. ബാർബർ ഷോപ്പ് സ്വന്തമായിട്ടുണ്ടെങ്കിലും സ്വന്തം താടി വടിക്കാതെ നീ നടക്കുന്നു. രാത്രികാലങ്ങളിൽ വിരഹ ഗാനങ്ങൾ പാടുന്നു. അവസാനം സുനന്ദ വന്ന് പറയുന്നു, നീ തിരിച്ചും പറയുന്നു. അവസാനം പ്രേമം മുറ്റിടുന്നു. അത്രയുള്ള കാര്യം. പക്ഷെ ഞാൻ എന്തൊക്കെ വഴക്ക് പറഞ്ഞാലും സുനന്ദ എന്നെ തല്ലുമെന്ന് തോന്നുന്നില്ല. ഒരു പെണ്ണിന്റെ തല്ലുള്ളവരാണ് മാർഗമില്ലാത്തത്. അനുഭവമുള്ളവർ പറഞ്ഞു തരും. പറഞ്ഞു കൊടുക്കണം. ഞാൻ പല മാർഗങ്ങളുണ്ട്. ഒന്നുകിൽ സുനന്ദയുടെ മുഖത്ത് നോക്കി അവളുടെ തന്തക്കും തള്ളക്കും പുളിച്ച തെറി പറയുക. അത്രയ്ക്ക് സംസ്കാരമില്ലാതെ പെരുമാറാൻ എന്നെ കൊണ്ട് പറ്റില്ല. അതെ അതെ, നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ സംസ്കാരമുള്ളതായിരിക്കണം. പിന്നെ ഒരു കാര്യം ചെയ്യാം, സുനന്ദ വരുന്ന വഴി ചക്രവാണി തുണി പൊക്കി കാണിക്കണം. ചക്രു പറഞ്ഞാലും കാര്യമുണ്ട്. നമുക്കേ സുനന്ദയുടെ ബ്ലൗസ് വലിച്ചേറിയാലോ? എടാ, നീ അവിടെ ബഹളം ഉണ്ടാക്കേണ്ടിരിക്കും. ഇരിക്കാൻ എന്താ മൂത്രം ഒഴിക്കാൻ പോണോ? മൂത്രം ഒഴിക്കാനല്ല, ഞാൻ ആലോചിക്കട്ടെ. വേണ്ട, നീ അവളുമായി ആത്മാർത്ഥമായിട്ടൊന്ന് സംസാരിക്കണം. എന്നിട്ട് പറയണം, നിന്റെ നാവ് കൊണ്ട് എന്നെ പ്രേമിക്കുന്നു എന്ന് പറയാതെ വിടില്ല ഞാൻ, വിടില്ല ഞാൻ, വിടില്ല ഞാൻ. വിടില്ല ഞാനെന്ന് ഒരു പ്രാവശ്യം പറഞ്ഞാ പോരെ? ഒന്നെങ്കിൽ ഒന്ന് പറഞ്ഞാ മതി. പക്ഷെ അവള് പറയാതെ നീ കൈയെടുക്കരുത്. ഒന്നുകിൽ അവൾ നിന്നെ പ്രേമിക്കും, അല്ലെങ്കിൽ അടി ഉറപ്പാ. ഒരു റിഹേഴ്സൽ ഞാൻ കാണിച്ചു തരാം. നീ സുനന്ദ, ഞാൻ ചക്രവാണി. അതായത് നീ. സുനന്ദ വാ, നടന്നു വാ, നടന്നു വാ. സുനന്ദേ, വിടില്ല ഞാൻ, വിടില്ല ഞാൻ, വിടില്ല ഞാൻ. ടാക്സി വിളിക്കണം. സ്വലയെ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഇന്ന് മുതൽ ഒരാഴ്ചക്കകം ഞാൻ ഇവിടെ പ്രേമിച്ച് കെട്ടിയിരിക്കുന്നു. അതിനുള്ള എല്ലാ പദ്ധതികളും ഞാൻ ആവിഷ്കരിച്ചു. ഒരാഴ്ചക്കുള്ളിലോ? 3 ദിവസത്തിനുള്ളിൽ പങ്കജാക്ഷി കെട്ടിയിരിക്കുന്നു പറഞ്ഞാൽ ഞാൻ നായർ സാബ് നടക്കുന്നത്. ആ വാനര എനിക്കൊരു പാരയായിട്ടിരുന്ന ലക്ഷണമാണല്ലോ. അവനും ശ്രമിക്കട്ടെ. നിങ്ങളിൽ ആരാലും നമുക്ക് പ്രശ്നമില്ല. പക്ഷെ പങ്കജാക്ഷി മറിഞ്ഞിരിക്കണം. എന്നാൽ അവൾ ഉടൻ മറിയും. അവൾ കൈനെട്ടി ഹോണ്ടയിൽ വരുന്നു. ഇടവഴിയിൽ നിന്ന് അപ്രതീക്ഷിതമായി എന്റെ ബൈക്ക് എടുത്തു ചാടുന്നു, കൂട്ടുപിടിക്കുന്നു, മറിഞ്ഞു വീഴുന്നു. നമ്മൾ കെട്ടിപ്പറിയുന്നു. എന്റെ പരിക്കുകൾ സാരമാക്കാതെ ഞാൻ അവളെ വാരി കോരിയെടുത്ത് ശുശ്രൂഷിക്കുന്നു. പ്രേമത്തിന്റെ ആദ്യ ചലനങ്ങൾ അവിടെ തുടങ്ങുകയായി. എന്റെ ഈശ്വര, എന്ത്? ഇതേ പരിപാടി തന്നെ ഞാൻ നായർ സാബം പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്. കാര്യം നിങ്ങൾ എതിർപക്ഷത്ത് നിന്ന് ഞങ്ങൾക്കെതിരെ കളിക്കുകയാണ്. പക്ഷെ ഞാൻ അതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലെ എടുത്തിട്ടുള്ളൂ. നല്ല സ്പിരിറ്റ് എവിടെ കിട്ടും? ആ സ്പിരിറ്റ് അല്ല, ഒരു സാഹോദര്യം. ഇവിടെ എന്റെ സിസ്റ്ററിന്റെ ഭാവിയാണ് പ്രശ്നം. ചക്രവാണി, കാര്യമുണ്ട്. പങ്കജാക്ഷി എത്രയും പെട്ടെന്ന് കെട്ടിച്ചയക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അത് ജപ്പാനെ പോലെ സുന്ദരനും മാന്യനുമായ ഒരു ബാർബർ ആവുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ പിന്നെ ഒരു പക്ഷേ എന്ത്? അവളുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവൾക്ക് കൂടുതൽ താല്പര്യം ആ പട്ടാളക്കാരനോടാണെന്ന്. പക്ഷെ ഞാൻ ആ ബന്ധത്തിന് ഒരിക്കലും കൂട്ടു നിൽക്കില്ല. അവര് തമ്മിൽ എങ്ങനെ മാച്ചാനാ? മാടപ്രാവിനെ ഒരു കൊതുക് കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് അയാളെ എങ്ങനെങ്കിലും പറഞ്ഞ് പിന്തിരിപ്പിച്ച് ജപ്പാൻ തന്നെ എന്റെ സിസ്റ്ററിന് ഒരു ജീവിതം കൊടുക്കണം. അളിയന്റെ മനസ്സ് കാണാൻ ഞാൻ വൈകിപ്പോയി. എതിർ ഗ്രൂപ്പിൽ നിന്ന് അളിയനെതിരെ കളിച്ചതിന് എന്നോട് പൊറുക്കണം. അതൊന്നും സാരമില്ല. പിന്നെ ഇങ്ങനെ ഒരു സംസാരം നടന്നു വരും ആരും അറിയാൻ പാടില്ല. ഗുണശേഖരൻ അമ്മാവന്റെ മുമ്പിൽ നമ്മൾ പഴയതുപോലെ ശത്രുക്കൾ തന്നെ ആയിരിക്കണം. മനസ്സിലായല്ലോ? മനസ്സിലായി. എല്ലാം പോട്ടെ. എന്റെ പ്രേമബന്ധം തകർക്കാൻ കാവലിന് വന്ന സാബിനോട് എനിക്ക് വിരോധമൊന്നുമില്ല. ഏറ്റെടുത്ത ജോലി നിങ്ങൾ അന്തസ്സായി ചെയ്യുന്നു, അത്രേ ഉള്ളൂ. എന്തായാലും സ്നേഹിക്കുന്ന മനസ്സുകളുടെ വേദന സാബിന് ഇപ്പോഴെങ്കിലും മനസ്സിലായി കാണുമല്ലോ. സത്യം പറഞ്ഞാൽ പങ്കജാക്ഷിയെ ധീരനും വീരനുമായ സാബിന് തന്നെ വിവാഹം കഴിച്ചു തരണമെന്നാണ് എന്റെ ആഗ്രഹം. പക്ഷേ പങ്കജാക്ഷിയുടെ സംസാരത്തിൽ നിന്നും എനിക്ക് മനസ്സിലായത് അവൾക്ക് സാബിനേക്കാൾ താല്പര്യം ആ പന്ന ജപ്പാനോടാണെന്നാണ്. സ്വന്തം കുലത്തൊഴിൽ പോലും മര്യാദയ്ക്ക് ചെയ്യാൻ അറിഞ്ഞുകൂടാത്ത ആ മരങ്ങോടൻ പങ്കജാക്ഷിയെ പ്രേമിച്ച് വിവാഹം കഴിച്ചാൽ പിന്നെ ഞാൻ ജീവനോടെ ഇരിക്കില്ല. അതുകൊണ്ട് സാബ് എങ്ങനെയെങ്കിലും ആ ജപ്പാനെ ഒന്ന് ഒതുക്കി എന്റെ സഹോദരിക്ക് ഒരു ജീവിതം കൊടുക്കണം. എന്താ, ജീവിതം കൊടുക്കാൻ പറ്റില്ലേ? അതല്ല, പിന്നെ അടിപൊട്ടി ഒഴിയതാ. അണിയല്ല, ആണാ. എന്നോട് ഇത്രയും സ്നേഹമുള്ള നിങ്ങൾക്ക് ഞാൻ ഒരുപാട് പാരയായിരുന്നു. അതൊന്നും സാരമില്ല, നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്തു. ഇല്ല, ഇനി മുതൽ എന്റെ ഡ്യൂട്ടി നിങ്ങളുടെ പ്രേമത്തിന് കാവൽ നിൽക്കുന്നതാണ്. പറയൂ, സുനന്ദയെ ഞാൻ എവിടെയാണ് കൊണ്ടുവരേണ്ടത്? അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഏതായാലും നമ്മുടെ ഈ ബന്ധം ആരും അറിയാൻ പാടില്ല. നമ്മൾ പഴയതുപോലെ ശത്രുക്കളായിരിക്കണം മറ്റുള്ളവരുടെ മുമ്പില്.
ഓക്കെ, ഇനി മുതൽ ചക്രവാണി സാർ എന്റെ മേജർ സാബായിരിക്കും. ഞാൻ അവിടത്തെ ചാരനും. എടാ പരട്ട ജപ്പാൻ, എന്റെ തോക്കിലെ ഉണ്ട നിന്റെ രക്തത്തിനായി ദാഹിക്കുന്നു. ഇന്ന് വണ്ടി എടുത്തില്ലേ? ഇല്ല, നടക്കാന്ന് വെച്ചു. അത് ശരിയാണ്. നടക്കുന്നത് സൗന്ദര്യത്തിനും ആരോഗ്യത്തിനും ആയുസിനും സർവോപരി മാനസികമായ അടുപ്പത്തിനും ഐക്യത്തിനും വളരെ നല്ലതാണ്. ഐ ലവ് യു. എന്താ? ഞാൻ പങ്കുവെ സ്നേഹിക്കുന്നു. അയ്യോ, സ്നേഹിക്കുന്നവരെ തമ്മിൽ അകറ്റാനല്ലേ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? പക്ഷേ അവരെ തമ്മിൽ ഒരുമിപ്പിക്കുക എന്നുള്ളതാണ് ഇനി എന്റെ ജീവിത ലക്ഷ്യം. ശരി. പ്രേമത്തിന്റെ വില ഞാൻ ശരിക്കും മനസ്സിലാക്കി. പങ്ക് എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഈ ലോകത്തിന്റെ ഏത് കോർണറിൽ പോയാലും നമുക്ക് വെട്ടിയും പഠിച്ച് ലാവിഷായിട്ട് ജീവിക്കാം. പക്ഷെ അതിനൊരു പട്ടാളക്കാരന്റെ കരുത്തും ആത്മധൈര്യവും ഇരിക്കുന്ന പട്ടാളക്കാരനുണ്ടോ ആത്മധൈര്യം? അവൻ വായുവിൽ അലിഞ്ഞില്ലാണ്ടാവും. പക്ഷെ അദ്ദേഹത്തെ ഞാൻ കോൺസെൻട്രേഷൻ ടെസ്റ്റിന് വിധേയനാക്കി. അയ്യോ, അപാര കോൺസെൻട്രേഷൻ തന്നെ. കോൺസെൻട്രേഷൻ ടെസ്റ്റോ? അതെന്ത്? അയ്യോ, അതറിയില്ലേ? ഞാൻ പറഞ്ഞുതരാം. കൈ രണ്ടും ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഇതിന്റെ ഗ്യാപ്പിലൂടെ എന്റെ ഇരുകൈയിൽ മുട്ടാറ നായർ സാബ്ദെ ഇങ്ങനെ 100 പ്രാവശ്യം കൈ ഓടിച്ചു. 1, 2, 3, 4, 5. ഭയങ്കര കോൺസെൻട്രേഷൻ, അപാരമായ മെന്റൽ പോർ. അവൻ 100 പ്രാവശ്യമല്ലേ ഓടിച്ചുള്ളൂ, ഞാൻ 1000 പ്രാവശ്യം ഓടിക്കാം. പങ്ക് കൈ ചേർത്ത് പിടിക്ക. രണ്ടിലും മുട്ടാൻ പാടില്ല. കണ്ണടക്കണം. ഓക്കെ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34. ഒന്ന് മാറി 499, 500, 501, 502, 503, 504. ഇനി ബാർബർ ഷോപ്പ് അടച്ചു പൂട്ടാം. രാവിലെ കണ്ടപ്പോ കുഴപ്പമൊന്നുണ്ടായില്ലല്ലോ. ഇനി കമ്പ്യൂട്ടർ കട്ടിങ്ങിൽ നിന്ന് പെട്ടെന്ന് കത്രിക കട്ടിങ്ങിലേക്ക് മാറിയതിന്റെ ആഘാതമായിരിക്കും. ദൈവത്തിനെ വിളിക്കാതെ നമുക്കൊരു ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്താലോ? ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ട, വേറെ വഴിയുണ്ട്. 519. എന്റെ ബൈക്ക്, അവന്റെ ഒരു ബൈക്ക് കടയിൽ തുറന്നിട്ട് വഴിവാക്കിൽ നിന്ന് കോപ്രായം കാണിക്കത്തോടാ. പോടാ ചെല്ലാൻ. വില കൂടിയ പുസ്തകങ്ങൾ. ശാസ്ത്രം പ്രേമിക്കാൻ 100 വഴികൾ. എന്താ ചെയ്ത്? നീയല്ലേ പറഞ്ഞത് പ്രേമിക്കാൻ അറിയാമേലെന്ന്? അതിന് ഇത് കാണാപ്പടം പഠിച്ചിട്ട് പ്രേമിച്ചോ? നീ അങ്ങോട്ട് ബാർബർ ഷോപ്പിലേക്ക്. വേണ്ട, നീ ഇരുന്ന് പഠിക്ക, ഞാൻ പോയി പഠിക്കാം. ഈശ്വര. സമർപ്പണം. പ്രേമ സാക്ഷാത്കാരം നടത്താൻ കഴിയാതെ ആത്മഹത്യ ചെയ്ത കാമുകന്മാർക്ക് തുടക്കത്തിലെ അപശകുനാണല്ലോ ഈശ്വര. നാരികൾ നാരികൾ വിശ്വവിപത്തിന്റെ നാരായ വേരുകൾ എന്ന് കവിഭാവനയുണ്ടെങ്കിലും നാരികൾ വിശ്വവിപത്തിന്റെ നാരായ വേരുകൾ എന്ന് കവിഭാവനയുണ്ടെങ്കിലും ഒരു തരണീമണിയുടെ അങ്കലാവണ്യം കണ്ട് ആകർഷനാകാത്ത പുരുഷനല്ല. ഒരു തരണീമണിയുടെ അങ്കലാവണ്യം കണ്ട് ഞാൻ MA-ക്ക് പ്രൈവറ്റ് ആയിട്ട് പഠിക്കാനമ്മേ. പ്രേമിക്കാൻ 100 വഴികൾ. ഇത് അച്ഛൻ വാങ്ങിച്ചെന്നാ. ഞാൻ MA-ക്ക് പഠിച്ചോണ്ടിരിക്കുക, അച്ഛൻ ഡബിൾ MA കഴിഞ്ഞു. കുഞ്ഞ പഠിക്കാൻ സമ്മതിക്കടി. ഇങ്ങോട്ട് വാ. ഇതെന്താ ഇത്? ഇന്നു മുതൽ നിന്റെ വസ്ത്രധാരണത്തിൽ സമൂലമായൊരു മാറ്റം ഉണ്ടാകണം. കണ്ണ് കാണാൻ പറ്റില്ല അച്ഛാ. അങ്ങോട്ട് പൊക്കി വെക്കണം. നിന്റെ കണാവണം നടപ്പുണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറ്റണം. പിന്നെ എങ്ങനെ നടക്കണം? ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ. അച്ഛനും മോനെ എന്തിനുള്ള പുറപ്പാടാ? അങ്ങനെ ചോദിക്കാമേ. നീ ആ കുഞ്ഞുമോളെ എന്റെ മരുമോളാക്കാൻ സമ്മതിക്കത്തില്ലല്ലേ? വേഗോട്ടോ വേഗോട്ടോ. അയ്യേ, എന്താ ഇത്? അച്ഛൻ പറഞ്ഞിട്ടൊന്നുമില്ല. ഡ്രസ്സിങ്ങിനൊക്കെ എന്റേതായിട്ടുള്ള ഒരു സ്റ്റൈലുണ്ട്. പിന്നെ അതൊക്കെ പ്രദർശിപ്പിച്ച് ഷൈൻ ചെയ്യണ്ടെന്ന് കരുതിയാ ഇത്രയും നാൾ ഒതുങ്ങി കഴിഞ്ഞത്. അതൊക്കെ ശരി. ഈ കാലിന് എന്ത് പറ്റി? ആണുരോഗം വരും കേട്ടോ. സുനന്ദയുടെ ഓരോ. അയ്യോ, ചക്രോനെ കണ്ടപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. അപ്പൊ എന്നെ ഓർക്കാറുണ്ടല്ലേ? പിന്നെ ഇപ്പൊ ഓർക്കാൻ എന്ത് പറ്റി? പാടത്തൊരു നോക്കൂറ്റി നിർത്തണമെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. ഈ വേഷത്തിൽ ചക്രു അവിടെ നിന്നാ കാക്ക വരില്ലായിരുന്നു. ഈ ബനിയനും തൊപ്പിയും അച്ഛന് തന്നെ കൊടുത്തേക്കാം. ഇതിട്ടോണ്ട് പോയി അങ്ങനെ ചിരക്കട്ടെ. എന്താ ആലോചിക്കുന്നേ?
ഏയ് ഒന്നുമില്ല. ഇനി ഞാൻ ഒരു സത്യം പറയട്ടെ, ഇതെന്റെ സ്വന്തം ഡ്രസ്സൊന്നുമല്ല. ഞങ്ങളുടെ ചിന്താമണി ക്ലബിന്റെ വാർഷിക ആഘോഷത്തിന് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്ന മണ്ടൻ പൂവാറിന്റെ ഫാൻസി ഡ്രസ്സിന്റെ വേഷം. ഇത് എങ്ങനെയുണ്ട്? അയ്യോ, അമ്മാവൻ. നിനക്കെന്ത് പറ്റി? ഒന്നുമില്ല. ഇതാണല്ലോ പണി. ഓടി അകത്ത്.